ഈ നാടകമാണ് തട്ടകം, ഇപ്പോൾ സിനിമയാണ് തട്ടകം. നാടകം വിട്ടിട്ടില്ല. നാടകം കളിക്കാൻ അവസരം കിട്ടിയ നാടകം കളിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം നാടകം നാട്ടിലുണ്ട്, പക്ഷേ അഭിനയിക്കാൻ പോകാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ പോകാനും പറ്റുന്നില്ല. ഒരു 30 ദിവസമെങ്കിലും ത്രൂ ഔട്ട് റിഹേഴ്സൽ വരെ നാടകം കളിക്കാൻ വേണ്ടി പറ്റും. നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ എന്ന് പറയുന്നത് അയ്യോ നല്ല അഭിപ്രായമല്ലേ, എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. നാടകക്കാരായ സുഹൃത്തുക്കൾ അറിയാം, സുഹൃത്തുക്കൾക്കെല്ലാം ഒരുപാട് സന്തോഷം. എന്ന് പറഞ്ഞാൽ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്നത് അത് നാടകത്തിൻ്റെ ഗുണം തന്നെയാണ്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ വലിയ നാടകക്കാരൊന്നുമില്ല. നാട്ടിൽ അല്ലേ ക്ലബിൻ്റെ കലാസമിതിയിലെ ചെറിയ നാടകം, അത് ചിലപ്പോൾ കൊല്ലത്തേക്ക് ഒരു നാടകമായിരിക്കും കളിക്കൽ. ഈ തെരുവ് നാടകമാണ് നമ്മളൊരു ഒരേ നാടകം തന്നെ 10-200 വേദിയിലെല്ലാം കളിക്കും. അത് ഏകദേശം ഒരു ഓണം ആകുമ്പോഴത്തേക്ക് നാടകം സെറ്റ് ചെയ്ത് പോകും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ നാട്ടിലെല്ലാ സ്ഥലത്തും അരമണിക്കൂറേ ഉള്ളൂ. എന്തെങ്കിലും ഒരു പ്രസംഗം, അരമണിക്കൂർ ഈ തെരുവ് നാടകം. പക്ഷെ ആ ഒരു നാടകം തരുന്ന, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു കൂട്ടായ്മ തരുന്നൊരു വൈബ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എത്രയോ മനുഷ്യരുണ്ട് അവിടെ, അത് അവർ തരുന്നൊരു എനർജി വേറെയാണ്. മനീഷ തിയേറ്റേഴ്സിൻ്റെ നാടകം കൊണ്ട് പോകുന്ന സമയത്ത് പറഞ്ഞാൽ ആ ട്രക്കറിൽ പോകുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു സംസാരവും അതൊരു ഊർജ്ജം തന്നെയാണ്. എല്ലാം മറന്നുകൊണ്ടുള്ള യാത്രയാണ്. യാത്ര ചെയ്ത് നാടകം കളിച്ച് ചിലപ്പോൾ 12 മണിക്കായിരിക്കും വീട്ടിൽ തിരിച്ച്, അല്ലെങ്കിൽ 1 മണിക്കായിരിക്കും തിരിച്ചു വരുന്ന സമയത്തിലെ ഈ പല കഥകളും പറയും, പാട്ട് പാടും, ചിരിക്കും. അതെല്ലാം കൊണ്ട് അതൊരു വലിയ സുഖം ഏർപ്പാട് തന്നെയാണ്. എനിക്കൊന്ന് ഈ നമ്മുടെ ഈ പടത്തിൻ്റെ ലൊക്കേഷനിൽ ഏതാണ്ട് ആ ഒരു കൂട്ടായ്മയുടെ ഒരു സുഖം അല്ലേ, എല്ലാവരും നല്ല സൗഹൃദമാകുമ്പോൾ നമുക്കൊരു രസമാണ് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ബലം പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്കും കംഫർട്ടബിളാണ്, അവരും നമ്മളിവിടെ ജോലി ചെയ്യുന്നവർ. ചിലപ്പോൾ നമുക്കൊരു ഫ്രീ ആയി സംസാരിക്കാമല്ലോ. അതെ അതെ, ബേസിക്കലി നാടിൻ്റെ ഒരു ക്യാരക്ടർ. അതെ ഞാനതാ പറഞ്ഞത്. ആ ഒരു ഏരിയയുടെയും ആ ഒരു നാടിൻ്റെയൊക്കെ ഒരു അവിടെ ഒരു ലാളിത്യം ഉണ്ടാവും. നമ്മൾ ഈ കല്യാണ വീടുകളിൽ ഈ പുറത്തുനിന്നൊക്കെ ഉള്ള ചിലപ്പോൾ ഈ നമ്മൾ കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർ ഇപ്പോഴും അങ്ങോട്ടൊക്കെ കല്യാണ വീടുകളിൽ വന്നാൽ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഭയങ്കര കൂട്ടായ്മയുള്ള ഇങ്ങനെ ആളുകൾ സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യനന്ദിക്കാടിൻ്റെ കൂടെയായിരുന്നല്ലോ. സത്യൻ്റെ സെറ്റൊക്കെ അങ്ങനെയാണ്. സത്യൻ്റെ സെറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്യാപ്പിൽ ലൈറ്റപ്പ് ചെയ്യുന്ന ആ ഗ്യാപ്പിലെ സമയങ്ങളിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ചിരുന്ന് തമാശ പറച്ചിലും ഭയങ്കര രസമാണ്. അത് ഞാനിപ്പോൾ എൻ്റെ ലൊക്കേഷൻ എന്നുള്ളതിനേക്കാളും കൂടുതൽ അന്ന് പറഞ്ഞാൽ നമുക്ക് അസിസ്റ്റാകുമ്പോൾ നമ്മളേതായ കുറച്ച് ഉത്തരവാദിത്തങ്ങളല്ലേ ഉള്ളൂ. ആ ഒരു പിന്നെ ക്രൂസ് യൂണിറ്റ് എല്ലാം അങ്ങനെ ഒരു ഫ്രീഡം സത്യേൻ്റെ സെറ്റിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതേപോലെ ഞാൻ ഡയറക്ടറാകുമ്പോൾ അതേ ഫ്രീഡം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കുണ്ട്. അത് ഓരോരുത്തർക്ക് എന്താ ചെയ്യേണ്ടത് അത് ചെയ്യുക, അത് കൃത്യമായി ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ശ്രീധരൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഒരു സെറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറാണ് എല്ലാം നിയന്ത്രിക്കുന്നത് സെറ്റിൻ്റെ അകത്ത്. അപ്പോൾ ഒരു ഡയറക്ടർക്ക് ഇത് എങ്ങനെ വേണമെങ്കിൽ ബിഹേവ് ചെയ്യാം. ഇപ്പോൾ ഒരു ചായ എന്ന് അടുത്ത് നിൽക്കുന്ന പ്രൊഡക്ഷനിലെ ആളോട് ഒരു ചായ എന്ന് സ്നേഹത്തിലും പറയാം, ഒരു ചായ എടുത്തുകൊണ്ട് പോവാം, ഇങ്ങനെയും പറയാം. 2 പറഞ്ഞാലും നമുക്ക് ചായ കിട്ടും. പക്ഷേ ഏതാണ് നമ്മൾ പറയുന്നത് നല്ലത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് നമുക്കൊരിക്കലും അങ്ങനെ ഒരു ആജ്ഞാപിച്ചിട്ട് പറയാൻ പറ്റില്ല. ഒന്ന് ചായ തരുമോ, അങ്ങനെയുള്ള രീതിയൊക്കെ പറയാൻ പറ്റും. അത് നമുക്ക് അതിൽ വേറെ ആർഭാടങ്ങളൊന്നുമില്ല. അത് അത്തരം വർക്കുകൾ സിനിമയിൽ നിന്നല്ല, ഏത് പ്രൊഫഷണലായാലും അത് നല്ല തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം.